പ്രിയമുള്ളവരെ, സനം കല്ലിങ്കലിൻ്റെ നേതൃത്വത്തിൽ 4 വർഷമായി തുടർന്നു പോരുന്ന അഖില കേരള ക്യാരം ബോർഡ് മത്സരത്തിൻ്റെ കാഴ്ചകളാണ് ഈ വാർത്തയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇതൊരു വാർത്തയായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള കാരണം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും. ക്ലബ്ബുകൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിനോദങ്ങളും അവരുടെ പരിസര പ്രദേശങ്ങളിലുള്ള പൊതുസമൂഹത്തിൻ്റെ നന്മക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന നല്ലൊരു മാതൃകയാണ് സനം കല്ലിങ്കൽ. അതുകൊണ്ട് തന്നെയാണ് വാർത്തയായിട്ട് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ പങ്കുവെക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. സബാഹ് സാഹിബായിരുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സനം കല്ലിങ്കലിൻ്റെ പ്രസിഡന്റ് നാസർ സാഹിബായിരുന്നു. ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് സനം കല്ലിങ്കലിൻ്റെ കരുത്തനായ സെക്രട്ടറി അക്ബർ സാഹിബായിരുന്നു. ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് കടന്നു വന്നത് വികസനകാര്യ ചെയർമാൻ രാമചന്ദ്രൻ നെല്ലിക്കുന്നായിരുന്നു. ഇനി നമുക്ക് സനം കല്ലിങ്കലിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും ഈ മത്സരത്തെക്കുറിച്ചുമുള്ള ലൈവ് കാഴ്ചകളാണ് കാണാനുള്ളത്. നാസർ ഭായ്, ഞാനിതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കണ്ടവൻ ആളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സനം കല്ലിങ്കലിൻ്റെ കീഴിൻ്റെ അറിവിഷയങ്ങൾ 4ാമത്തെ വർഷത്തിലേക്കാണ് അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് നന്മകളുണ്ട്. കാരണം സമൂഹ ജീവിതത്തും വെറും ചുമ്മാ ഒരു ക്യാരം ബോർഡ് കളി മത്സരം ഒരു വിനോദം എന്നുള്ളതിലേക്ക് മാത്രം അതല്ല, സനം കല്ലിങ്കലിൻ്റെ കീഴിൽ ധാരാളം നന്മയായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അതായത് ഞങ്ങൾ 4 വർഷമായി ഇങ്ങനെ ക്യാരംസ് ടൂർണമെൻറ്റ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാ സ്പോർട്സ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ ചെയ്യാറുണ്ട്. ക്യാരംസ് ടൂർണമെൻറ്റ് 4ാമത്തെ വർഷമാണ്. ചന്തപ്പൻ മെമ്മോറിയൽ ട്രോഫികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ പ്രൈസ് മണികളുണ്ട്. ഇങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ ടൂർണമെൻറ്റ് നടത്താറുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ചാരിറ്റിയാണ് ഞങ്ങളെ മുഖ്യ അജണ്ട. ചാരിറ്റി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സനം ക്ലബ്ബ് എല്ലാവർക്കും അറിയാം. നമ്മളെ ഈ കൽപ്പഞ്ചേരി പഞ്ചായത്തിൽ സനം ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഏത് ദിവസം എപ്പോൾ വന്നാലും വെച്ചാലും ഓടിയെത്തുന്ന ഒരു ക്ലബ്ബാണ് സനം ക്ലബ്ബ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സനം കെയർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ഇതിൽ കിട്ടുന്ന ഫണ്ടുകൾ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കാറുള്ളത്. അപ്പോൾ പിന്നെ വേറെന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്കെല്ലാം നമ്മൾ ക്യാരംസ് ടൂർണമെൻറ്റായിട്ടും ഫുട്ബോളായിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ കുട്ടികളെ വളർത്തിക്കൊട്ടാണ്. കാരണം അവരൊക്കെ വഴി തെറ്റിപ്പോവാതിരിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ NDM കഞ്ചാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ടാണ് സനം ക്ലബ്ബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 25 വർഷത്തോളമായി ക്ലബിൻ്റെ ഈ ഒരു കാര്യം. അതിന് ഞങ്ങൾ നല്ല എതിർപ്പുമുണ്ട്. ഇതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിച്ച് ഞങ്ങളെ ക്ലബിലേക്ക് നല്ല ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ക്ലബ്ബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്തതായി സനം കല്ലിങ്കലിൻ്റെ സെക്രട്ടറി, കരുത്തനായ സെക്രട്ടറി. അപ്പോൾ പ്രസിഡന്റ് ഭാഗത്തു നിന്നുള്ള ഏകദേശം വിശദീകരണങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ഇപ്പോൾ ഇവിടെ നടത്തുന്ന ഈ മത്സരത്തിൻ്റെ കളിയുടെ ഏകദേശം ഒരു രീതി, എത്ര ടീമുകൾ പങ്കെടുക്കുന്നു, എവിടെ വരെ എത്തിയിട്ടുണ്ടപ്പോൾ എന്നുള്ളതാണ്. നമ്മൾ കല്ലിങ്കൽ അഖില കേരള ക്യാരംസ് ടൂർണമെൻറ്റ് 4ാമതാണ് നടക്കുന്നത്. കേരളത്തിലെ ഉടനീളമുള്ള 14 ജില്ലകളിൽ നിന്നായിട്ട് 32 ടീമുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ഡബിളായിട്ടും സിംഗിളായിട്ടുമാണ് ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് 3ാം റൗണ്ട് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 32 ടീമുകൾ ഡബിളിൽ മത്സരിക്കുന്നുണ്ട്, സിംഗിളായിട്ട് 16 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. ഇതിൻ്റെ വിജയികളെയാണ് ഇന്ന് രാത്രി നമ്മളിവിടെ പ്രഖ്യാപിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ കല്ലിങ്കൽ സനം ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സെൻ്ററിൻ്റെ എവിടെയെല്ലാം നമ്മളെ കേരളത്തിൽ എവിടെയെല്ലാം ക്യാരംസ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടോ നമ്മളെ സനം കല്ലിങ്കലിൻ്റെ പ്രാതിനിധ്യം അവിടെ തെളിയിക്കാറുണ്ട്. മുരളിയേട്ടൻ ആൻഡ് മുഹമ്മദ് നമ്മളെ ഈ ടൂർണമെൻറ്റ് കോർഡിനേഷൻ അവരാണ്. പ്രത്യേകിച്ച് ഈ എടുത്തു പറയേണ്ടത് ജില്ലയിലെ ഉടനീളം വരുന്ന ടൂർണമെൻറ്റുകളെല്ലാം അവർ വിജയിച്ച് പ്രാതിനിധ്യം തെളിയിച്ച ഒരു മെമ്പേഴ്സും കൂടിയാണ്. സനം ക്ലബിൻ്റെ മെമ്പേഴ്സ്മാരാണ് അവർ. അപ്പോൾ അവർ എല്ലാ ജില്ലയിലുടനീളം വരുന്ന എല്ലാ ടൂർണമെൻറ്റിലും അവർ പങ്കെടുക്കാറുണ്ട്. സനം കല്ലിൻ്റെ പ്രാതിനിധ്യം അവർ തെളിയിക്കാറുണ്ട്. അവരാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഈ കോർഡിനേഷനായിട്ട് ഈ 32 ടീമുകളിൽ സജ്ജീകരിച്ച് ഇന്നിപ്പോൾ കല്ലിങ്കലിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെൻറ്റ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ പ്രൈസ് മണി ആയിട്ട് ഡബിളിൽ 10,000 രൂപയും അതുപോലെ സെക്കൻഡിന് 5,000 രൂപയും തേർഡിന് 3,000 രൂപയാണ് കൊടുക്കുന്നത്. പിന്നെ സിംഗിളായിട്ട് മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 3,000 രൂപയാണ് നമ്മളിപ്പോൾ കൊടുത്തതിന്. 4ാമതാണ് ഈ ട്രോഫി. ചന്തപ്പൻ മെമ്മോറിയൽ ഇത് നടക്കുന്നത് 4ാമതായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ വിജയികളെ ഇന്ന് രാത്രി ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നു.
സനം കല്ലിങ്ങലിന്റെ ക്ലബിന്റെ മുഖ്യ രക്ഷാധികാരികളിൽ ഒരാളല്ലേ? അപ്പോൾ നിങ്ങളെ കീഴിലായിട്ട് ധാരാളമായ ചാരിറ്റി പ്രവർത്തനം നടക്കുന്നു എന്ന് നമ്മളിങ്ങനെ പറയുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്കായി. വിവിധ മേഖലകളിലായിട്ട് സനം ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2017 ശേഷമുണ്ടായ പ്രളയകാലത്തും അതിനുശേഷം വന്ന കൊറോണ കാലത്തും അതിൻ്റെ ബുദ്ധിമുട്ടായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സനം കെയർ പോലത്തെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിലാണ് ക്ലബ്ബ് നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു ക്ലബ്ബ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് നല്ലൊരു മാതൃകയായിട്ടാണ് സനം ക്ലബ്ബ് ഈ 10-25 വർഷത്തോളമായിട്ട് ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്നത് ഒരു ക്യാരംസ് ടൂർണമെൻ്റാണ്. അതിലും ഒരു ഉദ്ദേശമുണ്ട്, സൗഹൃദങ്ങളെ കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ ഈ ഒരു പ്രദേശത്ത് അവരെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു സൗഹൃദം പങ്കുവെക്കുക, പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം, ഇതൊക്കെയാണ് ഈ ക്യാരംസ് ടൂർണമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുട്ബോള്, ക്രിക്കറ്റ്, എല്ലാ മേഖലയിലും നിരന്തരം നമ്മൾ പിന്നെ മത്സരാർത്ഥികളാക്കുകയും മത്സരിച്ച് വിജയം നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നിരന്തരം. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, മത്സര വിജയികൾ: ഡബിൾസിൽ ഫസ്റ്റ് വിന്നർ യങ് മാൻസ് കാലിക്കറ്റ്, സെക്കൻഡ് വിന്നർ ഷാജി ചിറമംഗലം, തേർഡ് വിന്നർ ആസിഫ് ചിറമംഗല. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് സിംഗിൾസ് ഫസ്റ്റ് വിന്നർ നാസർ ചുരളി, സെക്കൻഡ് വിന്നർ കുഞ്ഞോൻ ചിറമംഗലം, തേർഡ് വിന്നർ സൺ പവർ സോളാർ. വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.